Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഉസോപ്പും നാമയും അവർ രണ്ടുപേരും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ താഴേക്ക് അടിച്ചു വീഴുകയാണ്. അത്രയും മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടും അവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് പരിക്കാനൊന്നും പറ്റില്ല. നാമിയാണെങ്കിൽ ഉസോപ്പ് എവിടെയും ചിന്തിച്ച് തിരിഞ്ഞു നോക്കും. അപ്പൊ തൊട്ടു പുറകിലായിട്ട് വലിയൊരു അസ്ഥികൂടം. ഓ നോ, നീ ഇത്ര പെട്ടെന്ന് ബ്രൂക്കിനെ പോലെ ആയോ? സോപ്പ്, നിനക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ ഫ്രണ്ട്സിനോട് ഞാൻ എന്ത് മറുപടി പറയുന്നൊക്കെ ചോദിച്ച് അവളാണെങ്കിൽ നിലവിളിച്ച് കരയാണ്. ആ സമയം ആ ഒരു സ്കെൽറ്റന്റെ തല അതങ്ങനെ അടർന്ന് താഴേക്ക് വീഴും. അവൾ ചുറ്റും നോക്കും. അവിടെ ഒരുപാട് സ്കെൽറ്റൻസ് അങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ആ അസ്ഥികൂടങ്ങൾക്കെല്ലാം താഴെ ബോധം കെട്ടിക്കിടക്കുന്ന ഉസോപ്പിനെ അവൾ കാണും. അവളാണെങ്കിൽ ഓടി വന്ന് പൊട്ടിക്കരഞ്ഞ് കൈ ചുരുട്ടി അവന്റെ വയറ്റിൽ ആഞ്ഞടിക്കുകയാണ്. ഉസോപ്പ്, ഇത് ഞാനാണ് നിന്റെ ഫ്രണ്ട് നാമി. എത്രയും വേഗം കണ്ണു തുറക്ക്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ഇവിടെ മുഴുവൻ അസ്ഥികൂടങ്ങളാണ്. എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നു പറയും. അവൾ അത്രയൊക്കെ ഇടിച്ചിട്ടും ഉസോപ്പിനാണെങ്കിൽ യാതൊരു കുലുക്കമില്ല. അപ്പോഴായിരിക്കും എന്തോ ഒരു വലിയ ശബ്ദം അവൾ കേൾക്കുക. അവളാണെങ്കിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ തിരിഞ്ഞു നോക്കും. അപ്പോൾ അവൾ കാണും വലിയൊരു സിംഹം. അതായത് ഒരു സിംഹം. പൂച്ചയും എലിയും പോലും അത്രയും വലുപ്പം ഉണ്ടായിരുന്നപ്പോ ഈ സിംഹം അതാണെങ്കിൽ നാമയെ ഞെട്ടിക്കും വിധം ഒരുപാട് വലിയ സൈസിൽ അങ്ങനെ അവളെ നോക്കി നിൽക്കുകയാണ്. അവളാണെങ്കിൽ വീണ്ടും വീണ്ടും ഉസോപ്പിനെ വിളിക്കും. ഉസോപ്പ് കാര്യം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സിംഹം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അത് നമ്മളെ കടിച്ചു കീറും മുൻപ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, നീ കണ്ണു തുറക്കുന്നു പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടേയിരിക്കും. സിംഹമാണെങ്കിൽ നാവിൽ വെള്ളം ഊറി നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് അടുക്കും. ആമയാണെങ്കിൽ കുലുക്കി കുലുക്കി ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ ഉസോപ്പിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഞാനിപ്പോ എവിടെയാണെന്ന് ചോദിച്ച് അവൻ കണ്ണൊക്കെ തെരുമ്മി മുൻപോട്ടേക്ക് നോക്കും. അടുത്ത നിമിഷം ആ വലിയ സിംഹത്തെ കണ്ട് അവന് ഞെട്ടുകയാണ്. നാമയാണെങ്കിൽ ഭയന്ന് ഇപ്പൊ ഉസോപ്പിനെ പിടിച്ച് ഒരു ഷീൽഡ് പോലെ സിംഹത്തിന് മുൻപിൽ നിർത്തും. അവനാണെങ്കിൽ ഭയന്ന് കരയാനായിട്ട് തുടങ്ങും. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവനെ യൂസ് ചെയ്യാണ്. അപ്പോഴായിരിക്കും അവരെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് ഒരാൾ ഓടിയെത്തുക. കൈയൊക്കെ ഇപ്പൊ തേർഡ് ഗിയറിലേക്ക് മാറ്റി ഊതി വീർപ്പിച്ച് നമ്മുടെ ലൂഫി. അമ്മേ, ഉസോപ്പ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ആ സിംഹത്തെ അടിക്കാനായിട്ട് അങ്ങനെ പാഞ്ഞു വരും. ലൂഫിയെ കാണുമ്പോ നാമയ്ക്ക് ഉസോപ്പിനും വല്ലാത്ത ആശ്വാസം. നാമയും ഉസോപ്പും ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കും. അവിടെ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ കറങ്ങി ഒരു ടൊർണാഡോ തന്നെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. അവരുടെ പുറകിലായിട്ട് സോറോ അവനാണെങ്കിൽ 2 വലിയ സ്ക്വാഡ് എടുത്ത് അതിന്റെ നേർക്ക് വരും. ഇപ്പൊ നമ്മുടെ ചെക്കന്മാര് 3 പേരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നാമയും ഒസോപ്പും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യവുമില്ല. അവര് 3 പേരും ചേർന്ന് ആ സിംഹത്തെ തകർക്കും. ലയൺ ആണെങ്കിൽ ഇപ്പൊ സോറോയെയും സാഞ്ചിയെയും ലൂഫിയെയും കണ്ട് ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. സോറോ ആണെങ്കിൽ പാഞ്ഞു വന്ന് ഇപ്പൊ അവന്റെ സ്ക്വാഡ് വെച്ച് വലിയൊരു ചുഴലിക്കാറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിലങ്ങനെ കറങ്ങി ആ സിംഹം മുകളിലേക്ക് പോകും. മുകളിലേക്ക് വന്ന ആ ഒരു സിംഹത്തെ ഇപ്പൊ നമ്മുടെ ലൂഫി ആണെങ്കിൽ ഹോക്കി പവർ വെച്ച് ആഞ്ഞടിക്കുകയാണ്. അതിൽ ആ സിംഹത്തിന്റെ തല തകരുകയാണ്. മുകളിലുണ്ടായിരുന്ന സാഞ്ചി ആണെങ്കിൽ കാലും അടക്കി അതിനെ തൊഴിക്കും. ചോര തൊളുമ്പി അതങ്ങനെ അടിച്ച് താഴെ വീഴും. നമ്മുടെ ആൾക്കാർ ഇപ്പൊ നിൽക്കുന്നത് വലിയൊരു കോട്ടയുടെ മുകളിലാണ്. സോ നമ്മുടെ ആൾക്കാരുടെ അറ്റാക്കിന്റെ പവറിൽ ആ കോട്ടയാണെങ്കിൽ കുറേശ്ശെ തകരും. നമ്മുടെ ആൾക്കാരുടെ ഇടി കിട്ടി സ്പിൻ ചെയ്ത് ആ ഒരു വലിയ സിംഹമാണെങ്കിൽ നാമിക്കും ഉസോപ്പിനും നേരെ വരും. നാമിയാണെങ്കിൽ ഉസോപ്പിനെ അവിടെ കളഞ്ഞ് ഉഷാറായിട്ട് ഓടും. ആ ഒരു സിംഹമാണെങ്കിൽ ഉസോപ്പിന്റെ തൊട്ടടുത്ത് വന്ന് ക്യാറ്റായിട്ട് അങ്ങനെ അടിച്ചു വീഴുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞെട്ടും. നമ്മുടെ ആൾക്കാരെ കുറച്ചു മുൻപ് തുരത്തി ഓടിച്ച ആ ക്യാറ്റാണ് സിംഹമായി മാറി അവിടേക്ക് വന്നത്. സോറോയ്ക്കും സാഞ്ചിക്കും ഭയങ്കര അത്ഭുതം, സിംഹം എങ്ങനെ പെട്ടെന്ന് ക്യാറ്റായി മാറി. ഇവിടെ ഉസോപ്പാണെങ്കിൽ ശ്വാസമൊക്കെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. കാരണം ജസ്റ്റ് മിസ്സിനാണ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ആ പൂച്ചയെ കണ്ട് ഭയങ്കര സന്തോഷം. അല്പം മുൻപാണ് ഒരു റാബിറ്റിനെ ഫ്രൈ ചെയ്ത് അടിച്ചത്. ഇനി ഈ പൂച്ചയെ ഇതുപോലെ പൊരിച്ചു തിന്നണമെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് നിൽക്കും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ നാമിയുടെ അടുത്തേക്ക് എയർ വാക്ക് ചെയ്തു വരും. നാമി, നിനക്ക് വേണ്ടിയാണ് നിന്റെ ഏട്ടൻ വന്നത്, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ ചോദിക്കും. അതിന് അവള് പറയും, ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്, എനിക്ക് വേണ്ടി ഉസോപ്പ് അവൻ മരിച്ചുപോയി, ഞാനൊരു ചുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പോയിന്ന് ചോദിച്ച് അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഉസോപ്പിന്റെ കാറ്റ് പോയെന്ന് പറഞ്ഞിട്ടും നമ്മുടെ സാഞ്ചിക്കാണെങ്കിൽ യാതൊരു കുലുക്കവും. അത് സാരമില്ല, എന്തായാലും നീ ഇപ്പൊ സേഫ് അല്ലേ, എനിക്ക് അത് മതി, നിനക്കൊന്നും സംഭവിക്കാതെ ഈ ഞാൻ നോക്കുന്നു പറയും. അപ്പോഴായിരിക്കും ഉസോപ്പ് വിളിച്ചു കാറ്. "You guys are unbelievable. എന്റെ ബോധം പോയതാണ്, അല്ലാണ്ട് എന്റെ കാറ്റ് പോയിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് ഒന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാ. അമ്മി, നീ ഒരു നല്ല ആക്ട്രസ് തന്നെയാണ്. ആ സിംഹത്തിന് മുൻപിൽ നീ എന്നെ എറിഞ്ഞു കൊടുത്ത് രക്ഷപ്പെട്ടു പോയല്ലേ, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കരുതിയില്ല, ഇത് ഞാൻ മരിച്ചാലും മറക്കില്ല എന്ന് പറയും. അപ്പോഴാണെങ്കിൽ ദൂരത്തായിട്ട് വലിയൊരു ട്രീ ഉസോപ്പ് ശ്രദ്ധിക്കും. അതിന്റെ പുറകിൽ നിന്ന് എന്തോ ഒരു വലിയ ശബ്ദം അവൻ കേൾക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ ഭയം കൂടും. ലൂഫി ആണെങ്കിൽ കാഷ്ലായിട്ട് പറയും, ഇതിലും വലുതെന്തോ ഒന്ന് അവിടെ ഉണ്ട്, സോ അതിനെ കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് തിന്നാം. സോറയാണെങ്കിൽ ലൂഫിയോട് പറയും, യു ആർ
അൺബിലീവബിൾ. ഇപ്പൊ നമുക്ക് തിന്നോണ്ടിരിക്കാൻ സമയമില്ല. നമ്മുടെ കപ്പൽ എവിടെയാണ്, നമ്മുടെ ടീംമേറ്റ്സിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ എത്രയും പെട്ടെന്ന് അറിയണം, അവരെ കണ്ടുപിടിക്കണം. അതിന് സാഞ്ചി പറയും, ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയാനായിട്ട് പാടില്ല. ഓൾറെഡി ലൂഫി ആ ബീസിനെ തല്ലിക്കൊന്നതാണ്. അതിനെ ഫ്രൈ ചെയ്ത് കഴിക്കുകയായിരുന്നെങ്കിൽ നല്ലൊരു ന്യൂട്രീഷൻ ഫുഡ് അത് അവന് കിട്ടിയേനെ. സോ ഇതിനു മുൻപ് നമ്മൾ കണ്ട ആ ഒരു ചിറകറ്റുപോയ ബീസിനെ തല്ലിക്കൊന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫിയാണ്. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അത് കണ്ട് നാമിയാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. നിങ്ങൾക്കെന്താ വട്ടുണ്ടോ? നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ? നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണ്ടേ ചോദിക്കും. പക്ഷെ അവരാണെങ്കിൽ അപ്പോഴും അത് മൈൻഡ് ചെയ്യില്ല. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്തതിൽ തകർന്ന ഒരു ഭാഗം കാണിക്കും. പക്ഷെ അവരാണെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കില്ല. ഉടനെ ഉസോപ്പ് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും എവിടെയായിരുന്നു എന്ന് ചോദിക്കും. ആണെങ്കിൽ ടൗണിന് പുറകിലായിട്ടാണ് കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വന്നത്. അവൻ അങ്ങനെ നടന്നു വരുമ്പോഴായിരിക്കും ലൂഫി ദൂരത്തായിട്ടിരുന്ന് ഒരു റാബിറ്റിന് തല്ലിക്കൊന്ന് അതിനെ കടിച്ചു പറിച്ച് തിന്നുന്നത് കാണാം. ലൂഫി ആണെങ്കിൽ ഉസോപ്പിനോട് ദേഷ്യപ്പെടും. കേവലം ഒരു പൂച്ചയെ കണ്ടാണോ നീ ഇത്രയും ഭയപ്പെട്ടത്? നിനക്കതിനെ തല്ലിക്കൊന്നൂടായിരുന്നോ? അതിന് ഉസോപ്പ് പറയും, നിനക്കതൊരു പൂച്ച, അതിനെ കണ്ട് ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞ് ആ തകർന്ന ഭാഗത്ത് പോയിരിക്കും. അടുത്ത നിമിഷം അവിടെ മുഴുവനായിട്ടും തകർന്ന് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ താഴേക്ക് വീഴുകയാണ്. ലൂഫിയും സോറയും ആഞ്ചയും ഹായ് ആയിട്ട് താഴേക്ക് വരുമ്പോ ഉസോപ്പാണെങ്കിൽ തലയും കുത്തി രക്ഷിക്കടാവ് നിലവിളിച്ചായിരിക്കും താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. ഉടനെ ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡി അതങ്ങനെ ബോൾ പോകലാക്കി മാറ്റി ഉസോപ്പിനെയും സോറോയും സേഫായിട്ട് താഴെ ഇറക്കി അതിന്റെ മുകൾ ഭാഗം അങ്ങനെ വെട്ടിക്കളയാണ്. ഇവിടെ സാഞ്ചി ആണെങ്കിൽ നാമിയെ മുറുകെ പിടിച്ച് മുകളിൽ തന്നെ സേഫായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ മുകളിലേക്ക് നോക്കി ഇത് ശരിക്കും ഒരു ഹാലൂസിനേഷൻ ആണോ എന്ന് ചോദിക്കും. അതിന് സാഞ്ചി പറയും, ഇതൊരു ഹാലൂസിനേഷൻ ആണെങ്കിൽ ഒരിക്കലും ഞാൻ ബോയ്സിനെ സ്വപ്നം കാണില്ല എന്ന് പറഞ്ഞ് ആണെങ്കിൽ നാമിയെ തൂക്കിയെടുത്ത് ഹായ് ആയിട്ട് താഴേക്ക് ചാടുകയാണ്. നാമിക്കാണെങ്കിൽ അതത്ര ശീലമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഭയത്തിൽ ഒച്ചത്തിൽ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കും. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. വീടുകളെല്ലാം തന്നെ ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ആണെങ്കിൽ ആരെയും കാണാനില്ല. എന്തിനു മരങ്ങൾ പോലും ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. തന്നെ ഉസോപ്പ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഇവിടെയുള്ള മരങ്ങൾ, മൃഗങ്ങൾ, വീടുകൾ എല്ലാം തന്നെ ജയന്റ് സൈസിലാണ്. പക്ഷേ നമുക്ക് കിട്ടിയ പുതിയ ഡ്രസ്സ് മാത്രം ചെറുതാണ്. അത് നമ്മുടെ സൈസിലുള്ളവയാണ്. ഒരു പക്ഷേ നമ്മളുടെ ലക്ഷ്യസ്ഥാനം ആ എൽബോഫിലേക്ക്, അവിടേക്ക് നമ്മൾ എത്തിക്കാണോ? അത് നാമി പറയും, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും നമ്മളോടൊപ്പം കാണണ്ടേ? ഉടനെ അവർ കാര്യമായിട്ട് ആലോചിക്കും, ഒരു പക്ഷേ നമ്മളെല്ലാവരും ഓരോ ഭാഗത്ത് പിരിഞ്ഞിരുന്നത് പോലെ നമ്മുടെ കൂടെയുള്ളവരും ഇവിടെ എവിടെയെങ്കിലും ഓരോരോ ഭാഗത്തായിട്ട് ചിന്നിച്ചിതറി പോയിട്ടുണ്ടെങ്കിലോ, നമുക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലോ. അഞ്ചിയാണെങ്കിൽ ശ്വാസം എടുത്തു വലിച്ച് ഇപ്പൊ അവരോട് പറയും, റോബിൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മണത്ത് കണ്ടുപിടിച്ചേനെ. എന്റെ റഡാറിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. സോ റോബിൻ ഇവിടെ ഇല്ല. അതിനർത്ഥം നമ്മുടെ ബാക്കി ടീംമേറ്റ്സ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ്. സോ അവരെവിടെയാണെന്ന് എത്രയും വേഗം കണ്ടെത്തണം. നമ്മൾ എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉസോപ്പ് പറയും, അടുത്ത് എവിടെയെങ്കിലും ബീച്ച് ഉണ്ടാവും, അവിടേക്ക് പോവാണെങ്കിൽ നമ്മുടെ കപ്പലും ആ ജയൻസിന്റെ കപ്പലും കണ്ടെത്താനായിട്ട് ഈസി ആയിരിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ തീർത്ത് പറയും, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കിവിടെ അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയി അവിടെ ആരെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്ത് അവരോട് കാര്യം തിരക്കാം. ഉടനെ സാഞ്ചി ആണെങ്കിൽ അവരോട് പറയും, നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് വഴി ചോദിച്ചാൽ മതി, അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ആണെങ്കിൽ ടെൻഷനായി അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അത് കണ്ട് ഉസോപ്പ് ആണെങ്കിൽ വിളിച്ചു പറയും, സോറോ നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വഴി തെറ്റിച്ചാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്, മര്യാദയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വാ. ഉടനെ ലൂഫി ആണെങ്കിൽ അതുകൊണ്ട് ചിരിക്കും. ആമയാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വെറുതെ ഒരാവശ്യമില്ലാതെ പണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. അമ്മയാണെങ്കിൽ അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ പോലും കൊഞ്ചി കുഴയാണ്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എൽബോഫിലേക്ക് പോയാലും നീ എന്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ മുൻപിൽ കിടന്ന് റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ നിൽക്കും. ആമയാണെങ്കിൽ പൊറുപൊറുക്കും, എൽബോഫിലേക്ക് പോയിട്ട് വലിയ വലിയ സ്വർണ്ണ കട്ടകളൊക്കെ അടിച്ചു മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഇവന്റെ ചീപ്പ് റൊമാൻസ് എന്ന് പറയും. ലൂഫി ഉസോപ്പോ ആണെങ്കിൽ ഇനിയും വെറുതെ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് എത്രയും വേഗം ടൗണിലേക്ക് പോയി അവിടെ നിന്ന് വിവരങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോകും. അതൊന്നും നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ആമയാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ വട്ടന്മാരായിട്ടുള്ള ഉസോപ്പിനെയും ലൂഫിയെയും നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.